നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പൊതുബോധമുണ്ട്. സമൂഹത്തിൽ വലിയ പണമുള്ള, വലിയ സ്വാധീനമുള്ള സാമ്പത്തിക ശക്തികൾക്കെതിരെയൊക്കെ കേസോ പരാതിയൊക്കെ വന്നാൽ അക്കാര്യത്തിൽ നടപടികൾ വളരെ പതിയെ മുന്നോട്ട് പോകൂ എന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ അത്തരം ഒരു പൊതുബോധത്തിന് കൂടി മാറ്റം വന്ന, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം വന്ന ഒരു ദിവസം കൂടിയായിരുന്നു. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വയനാട്ടിലുള്ള എസ്റ്റേറ്റിൽ വെച്ചിട്ടാണ്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർച്ചയായി തന്നെ ഒരു സ്ത്രീക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും പൊതുവേദിയിലടക്കം കേട്ടാൽ പുതിയ സമൂഹത്തിൽ ആർക്കും അശ്ലീലം എന്ന് വ്യക്തമായും ബോധ്യമാവുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു, തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂർ. ആ ബോബി ചെമ്മണ്ണൂരിനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ സമാനമായ ബോബി ചെമ്മണ്ണൂരുമാർ പലരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്കൊക്കെ ഇത് ഒരു പാഠമായിരിക്കുമോ എന്നുള്ളതാണ് ന്യൂസ് 18 പൊതുവേദിയുടെ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, നമ്മളടക്കം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ പൊതുവേദിയിലൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു തരത്തിലല്ല അദ്ദേഹം പലപ്പോഴും സ്ത്രീകളെയൊക്കെ ഉപമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു അശ്ലീല ചുവ കലർത്തി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ എന്തായാലും ഒടുവിൽ കുടുങ്ങിയിരിക്കുന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക്? നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ, ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനും അവർക്ക് ഇഷ്ടമായ വസ്ത്രം ധരിക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അത് ഏത് പൈസക്കാരൻ വന്നാലും അവർക്കെതിരെ കർശന നടപടി എടുക്കണം. ഏത് സൈബർ ആക്രമണമായാലും ഇല്ല, അത് ഗവൺമെന്റ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തൊന്നും ചേരുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു മനുഷ്യൻ പല സമയത്തും സാധാരണ യുക്തിക്ക് അരോചകമെന്ന് തോന്നുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ പലപ്പോഴും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ആ തരത്തിലേക്കുള്ള സംഭാഷണമൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു നടി അദ്ദേഹത്തിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി അവിടെ വെച്ച് മോശമായി സംസാരിച്ചു. അതിനുശേഷം അവർ പലതവണ പറഞ്ഞു, ഇത് പാടില്ല, എനിക്ക് ഇനി തുടർന്നുള്ള നിങ്ങളുടെ പരിപാടികളുമായി സഹകരിക്കാൻ പാടില്ല. അപ്പോഴും വിടാതെ നടന്ന് ആ നടിയെക്കുറിച്ച് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുകയും, ഞാൻ പറഞ്ഞത് മഹാഭാരതത്തിലെ കഥാപാത്രത്തെയാണെന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കെല്ലാം കേട്ടാൽ മനസ്സിലാവുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് സമാനമായ അവസ്ഥയിൽ. നമസ്കാരം കിരൺ. നമസ്കാരം. നമ്മള് 2-3 ദിവസത്തിന് മുമ്പ് TV അൻവറിന്റെ കാര്യം ചർച്ചയിലിട്ട് അന്ന് ഞാൻ പറഞ്ഞറിയാം, നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉറക്കത്തിൽ നിന്നും ചടകൂട എഴുന്നേറ്റ് ടി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് പെട്ടെന്നുള്ള ഒരു കേസ് കിട്ടും എന്ന് പറയുന്ന പോലെ ഇപ്പം അത്യാവശ്യമായിട്ട് ഉദ്യോഗത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ആണ്. അത് ചെയ്ത് ഇതേ രീതിയിൽ ഉറങ്ങാതെ, ഈ മുഖ്യമന്ത്രി അല്ല ആഭ്യന്തരമന്ത്രി എന്ന് പറയാൻ ഒക്കത്തില്ല, ആഭ്യന്തരമന്ത്രി ഉറങ്ങാതെ ഇരുന്നാല ഇവിടുത്തെ വമ്പന്മാരെല്ലാരും പിടിയിലാവും. ഇദ്ദേഹത്തിന് കുറെ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞ് വിവരം വേണ്ടേ? ഒരു ശകലം പോലും വിവരമില്ലല്ലോ. ഒരു സ്ത്രീകളോട് സംസാരിച്ച് എന്താണെന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നും അദ്ദേഹത്തിനും സഹോദരങ്ങളും മക്കളും ഒക്കെ ഉള്ളതല്ലേ ഭാര്യ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് നിൽക്കും? അതുപോലെ തന്നെ ഒരു 5 വർഷത്തിന് മുമ്പുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പുറത്ത് ഈ ആഭ്യന്തരമന്ത്രി ഇരുന്ന് ഉറങ്ങുന്നതല്ല. അതൊക്കെ നേരത്തെ പൊക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു വിഷയം ഉണ്ടാകത്തില്ല. ശരി, ഓക്കെ, മറ്റൊന്നും കൊണ്ടല്ല. മനസ്സിലായി. താങ്കളുടെ ശ്രീ സലാമാണ് ഇടവണ്ണയിൽ നിന്നാണ് ചെയ്യുന്നത്. ശ്രീ സലാം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഇത്തരത്തിലേക്കുള്ള പരസ്യമായി ഈ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനും മറ്റെടുത്തൊക്കെ ചില യൂട്യൂബ് ചാനലുകളിലുമൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് ചിലരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ആളുകൾക്കെതിരെയൊക്കെ പറയുന്നത് വളരെ മോശമായ രീതിയിൽ. ഇവൻ നമുക്കറിയാം, പൊതുവേദിയിൽ പോലും ചിലപ്പോൾ അഭിപ്രായം പറയുന്നതിന് ആളുകളെ ഇഷ്ടമല്ലാത്തവർ കാണും. ചിലരൊക്കെ കമൻ്റ് അടിക്കുന്ന മിക്കവാറും ആളുകളൊക്കെ വ്യാജ പേരുകളിലാണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാഠമാണോ ഇത്? തീർച്ചയായിട്ടും അതൊരു സത്യമാണ്, പാഠം തന്നെയാണ്. അല്ലെങ്കിൽ പേരും അഡ്രസ്സും വെച്ചിട്ട് പരാതി പറയണം, അല്ലാതെ ശരിയല്ല ഈ നടപടി. ആ ഒളിഞ്ഞും തെളിഞ്ഞുള്ള ഈ ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് പേരും അഡ്രസ്സും ഒന്നുമില്ല, വിചിത്രമായ ചില പേരുകളൊക്കെ ആയിരിക്കും, ആർക്കും മനസ്സിലാവാത്തൊരു പേരൊക്കെ ഇടും, അതിനുശേഷം വന്ന് തെറി പറയുക എന്നുള്ളത് ചിലരുടെ ഒരു ശീലമാണ്.
അത് ശരിയാണ്. പക്ഷെ എനിക്ക് ചെറിയ വേറൊരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ നിന്ന് വന്ന ഒരു പിഴവ്, അദ്ദേഹം പറഞ്ഞു ഞാന് അത് ആ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ശ്രീ സലാം, അത് കേൾക്കുന്ന മനുഷ്യർക്കെല്ലാം അറിയില്ലേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന്? അത് അദ്ദേഹത്തിന്റെ ഈ ഒരാൾക്കെതിരെ മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും സ്ത്രീകൾക്കെതിരെ അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള വർത്തമാനങ്ങൾ പൊതുസമൂഹത്തിലൊക്കെ പണ്ട് ഒരു 10-40 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചിലരൊക്കെ പറയുന്നായിരുന്നു. പുതിയ കാലത്തൊക്കെ ആളുകൾ ഇത് ഒരിക്കലും അംഗീകരിക്കുമോ? സംഭവം ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതില് സാറേ, ഈ കൊലപാതകം ചെയ്ത ആൾക്കാർ വരെ ഇന്ന് ഒരു കുഴപ്പമില്ലാതെ ഇതിലെ നടക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഇതങ്ങനെയല്ലല്ലോ. ഇത് ഒരാൾക്ക് ഈ അയാളുടെ ഈ നടപടിയൊക്കെ സംബന്ധിച്ച് കൃത്യമായി ഇന്ന് ചെയ്തില്ലെങ്കിൽ, ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ പുള്ളി സ്വാഭാവികമായും പുറത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് കടക്കും. പിന്നീട് ഏത് കാലത്താണ് മുൻകൂർ ജാമ്യം കിട്ടുക അപ്പോഴേ മടങ്ങി വരും. ഇതിനപ്പുറവും ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരി, അതൊക്കെ ശരിയാണ് താങ്കൾ, പലതും നടക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും നടപടി ഉണ്ടാവുന്നു എന്നുള്ളത് എന്തായാലും അത് പോസിറ്റീവായ കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണമല്ലോ. അത് അംഗീകരിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ബോച്ചയെ പോലുള്ള ആളുകൾ അകത്ത് കടക്കേണ്ടവരല്ല എന്നാണ്. ശരി, അത് താങ്കളുടെ അഭിപ്രായം. എന്തായാലും അദ്ദേഹത്തിന് ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലടക്കം ഒരു ആരോപണമല്ല, നമ്മുടെ മുന്നിലടക്കം അതിന്റെ തെളിവുകളടക്കം ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മളെല്ലാം കേട്ടതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞ ഒരു ആരോപണം മാത്രമല്ല. ശ്രീ മുഹമ്മദ് മഞ്ചേരി കൂടി ചേർന്നുണ്ട്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ വിചാരിച്ചത് അദ്ദേഹത്തെ ആരും അറസ്റ്റ് ചെയ്യില്ല, തന്റെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഇതിനെല്ലാം പോകാം. ആ നടി ആദ്യം തന്നെ പറഞ്ഞത് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടു, അപ്പോൾ പരാതി കൊടുത്തില്ല. അപ്പോഴെങ്കിലും അദ്ദേഹം ക്ഷമ പറയാനോ അതിന്റെ തെറ്റ് അംഗീകരിക്കാനോ ഒക്കെ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ചെറിയ അദ്ദേഹത്തിന് ഇളവ് കിട്ടിയേനെ. പക്ഷെ അപ്പോഴും അദ്ദേഹം ന്യായീകരിക്കാനും അദ്ദേഹത്തിന്റെ കുറെ അനുയായികൾ അവർക്കെതിരെ മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടാനും ഒക്കെയാണ് മുതിർന്നത്. പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ആദ്യമായിട്ട് വേറെ ഈ പെടാത്തൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ പരിപാടി സാറിന്റെ ചാനലിൽ നടത്തിയത് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും കണ്ടു, ലോകം മുഴുവൻ മനുഷ്യരൊക്കെ കണ്ടു. ഇപ്പോ ഒരു സംഘമാണ് കാണാൻ പോയിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ. അപ്പോ വലിയൊരു കാര്യമായി അത്. ഇനി ഇക്കാര്യത്തിൽ പറയാൻ പോവുകയാണ്. ഈ പറയപ്പെടുന്ന പെണ്ണിന്റെ ഒരു പ്രസ്താവന ഉണ്ട് ഇന്ന് പത്രത്തില്. അതിന് മാനസികമായിട്ട് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. അത്രയും പ്രയാസപ്പെട്ട് കണ്ടാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു മനുഷ്യൻ ഈ പല റിലീഫ് പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ എത്രയോ വലിയ വലിയ ആൾക്കാർ ഇപ്പൊ നമ്മളെ ലുലു മാള് പോലക്കത്തെ പോലക്കത്തെ ഒരു ഗ്രേഡുള്ള ഒരാളാണ് ഇയാള്. ഇവരൊക്കെ ഇങ്ങനെ ഈ ഈ ചന്തിയിലെ കുട്ടികൾ ചെയ്യുന്ന മാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവരൊക്കെ നാണക്കേട്? ഇവരൊക്കെ അറസ്റ്റ് ചെയ്യലാണെങ്കിൽ അത് പോക്സോ കേസ് ആക്കിയിട്ട് അതിലൊരു കുറെ കാലം കടത്തണം, എന്നാലേ മറ്റുള്ളവർക്കൊക്കെ. ആ കേസിന്റെ പരിധിയിൽ വരുന്നതല്ല ഇത്. ശ്രീ ഉമേഷാണ് പാലയിൽ നിന്നും ചേരുന്നത്. ശ്രീ ഉമേഷ്, സാധാരണഗതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലൊരാൾ ഇത്തരത്തിൽ അശ്ലീലമായ പരാമർശങ്ങളൊക്കെ പൊതുവേദിയിൽ ആവർത്തിച്ച് നടത്തുന്നതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു നടി തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ തന്നെ ആദ്യം മുന്നറിയിപ്പ് നൽകി, അപ്പോഴൊന്നും പിന്മാറാൻ തയ്യാറാവാതെ തൻ്റെ ഒരു ഹുങ്കുമായിട്ട്, ഒരു ആണധികാരത്തിൻ്റെ ഒരു ഹുങ്കൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ സമ്പത്തിൻ്റെ ഹുങ്കൊക്കെ ആയിട്ടാണ് പുള്ളി ഇത്രയും കാലം നിന്നത്. ഇപ്പോൾ എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ സാറേ, ആദ്യമായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അതിന്റെ ധൈര്യം അത് എന്നാ വെച്ചാൽ, ഇതുപോലെയുള്ള ഒരു സാമ്രാജ്യമുള്ള ഒരു സമ്പന്നനായ ഒരു എമ്മാടിക്കെതിരെ ഇതുപോലെ പോണെങ്കിൽ തന്റെ ഇടം ഉണ്ടായിട്ട് തന്നെ പോയത്. തന്റെ ഇടം, അതുപോലെ നട്ടലും തന്റെ ഇടവും ഉള്ള ഒരു ചങ്കുറപ്പുമുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഇപ്പൊ പിടിച്ചവനെ അകത്തിട്ട്. ഇവനും നല്ല അൻവറും നല്ല ആരാളും ശരി ചെമ്മാടിത്തരം കാണിക്കുന്നതിനെല്ലാം പിടിച്ചകത്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ, ഈ നാട്ടിൽ സ്വന്തമായിട്ട് ജീവിക്കാനും സ്വന്തമായിട്ട് നടക്കാനും ഉള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. ഇവൻ ആരാണ് ഇവനിപ്പോ തന്നെ ഒന്നുമല്ല, പല പ്രാവശ്യം ഇവന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവന് കുറെ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നാട്ടിൽ ചെയ്യുന്നു പറഞ്ഞാൽ അത് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നു, ഇവന് കള്ളക്കടത്ത് നടത്താൻ വേണ്ടി ചെയ്യുന്ന. അത് കണ്ടുകൊണ്ടാണ് ഇവൻ അതിന്റെ മറവിലാണ് ഈ ചെമ്മാടിത്തരം മുഴുവൻ കാണിച്ചു പോകുന്നത്. ഇവൻ ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഇവന്റെ ഇത് പരിപാടിയാണ്. ഈ ചട്ടയും മുണ്ടുപോയിച്ച് ഇവന്റെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ പുറകെ ഒത്തിരി പെണ്ണം ഉണ്ട് നടക്കാൻ. ഇവന്റെ പുറകെ ഒത്തിരി ഉണ്ട്. ഈ സിനിമാ നടികളും ഉണ്ട് കുറെ എണ്ണം ഇവന്റെ പുറകെ ഇവന്റെ കാശ് മേടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ കണിയൊന്നും അതിനെ കിട്ടിയാൽ അത് നട്ടലും ചങ്കുറപ്പും ഉള്ളത് നല്ല അഭിമാനമാണ്, മലയാളികളുടെ അഭിമാനമായ ഒരു പെൺകുട്ടിയാണ്. അതുപോലെ എല്ലാവരും കടന്നു പറഞ്ഞു. അല്ലാതെ അവന്റെയൊക്കെ വാക്കും കേട്ട് അവന്റെയൊക്കെ പാലാക്കി നടക്കുന്ന നടിമാരോ നടന്മാരൊക്കെ കാണും. അവനെയൊന്നും നമ്മൾ കണക്കിലെടുക്കരുത്. ഇതുപോലുള്ള
താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. പെൺകുട്ടികൾ ഈ ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വരികയും അവർ അതിശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരക്കാർക്കൊക്കെ അതൊരു പാഠമായിരിക്കും. ശ്രീ ദാസൻ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. ഇയാള് വളരെ ആഭാസനാണ് ഈ ബോബി ചെമ്മണ്ണൂർ. ഇപ്പൊ കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞ വാക്കാണ് ഏറ്റവും യോജിച്ചൊരു വാക്കെന്ന് തോന്നുന്നു. സാധാരണക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു വാക്ക് അതായിരിക്കും. അത് മാത്രമല്ല, കുറച്ചു മുമ്പ് പറഞ്ഞ ആള് പറയുന്ന കേട്ടില്ല, അയാൾ വലിയ പണക്കാരനാണ്, പണക്കാരനും ചാരിറ്റി ചെയ്യുന്ന ഇമാര് കെട്ടണം ചെയ്താ. ഇയാൾക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്കട്ടെ, ഇയാൾ എന്തൊക്കെ വാസകൾ ആരെപ്പറ്റിയൊക്കെ. ഇത് കൃത്യമായിട്ടും ഇത് തടയിട്ടേ പറ്റൂ. ഇത്ര ആവാസം മാറാൻ നിയമത്തിന് മുമ്പ് കൊണ്ടുവരികയും ഈ ബഹുമാനപ്പെട്ട കോടതി ഏത് തരത്തിലാണെന്ന് വെച്ചാൽ ഈ പണം കൊണ്ട് പല കരിയും എടുക്കും, ജാമ്യം കൊടുക്കാണ്ട് ഇയാളെ ഉള്ളിലിടണമെന്നാ പറയുക. കാരണം ഇത് ബാക്കിയുള്ള ഞരമ്പിൽ പോയത് പാടായിരിക്കും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ വീഡിയോ ചെകുത്താൻ എന്ന് പറഞ്ഞ കക്ഷി വെച്ച് ബാക്കി എല്ലാ ആരും ഞാൻ കാണുന്നുണ്ട്. ചെകുത്താൻ തീരെ ഇതിലും ബാക്കിയാണ്. അതുപോലെ ഇങ്ങനെ കുറെ കമ്പനി ഉണ്ട്. ഇതിനൊക്കെ ശരിക്കും നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ഈ പെൺകുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്തൊക്കെയാ വൃത്തികളായി എഴുതി വിടുന്നത്. അതുകൊണ്ട് നല്ല പരിപാടിയാണ്. ജയിലിൽ പിടിച്ചു തീർച്ച ബോധം ഉണ്ടെന്ന് പുറമണിയാക്കുന്ന ഞാൻ പറയുന്നത്. ഓക്കെ ബാബു, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വളരെ കൃത്യമായ അഭിപ്രായം കൂടിയാണ്. ശ്രീ സോനു ആണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീ സോനു, ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു സമ്പത്ത് കൊണ്ട് അധികാരം കൊണ്ടൊക്കെ സാമ്പത്തികമായ സ്വാധീനമുള്ള ഒരാൾ, അയാളെ ആരും അറസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അയാളെ ആരും പിടിക്കില്ല എന്നൊക്കെ കരുതി കാണും. ഒപ്പം കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ താഴെ വന്ന് ഈ എന്തും പൊതുമധ്യത്തിൽ ഏത് സ്ത്രീക്കെതിരെയും എന്തും പറയാം എന്നൊക്കെ കരുതി അവിടെയെല്ലാം പേര് മാറ്റി മറ്റു പേരുകളിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുമുണ്ട്. ഇപ്പോൾ ഓരോരുത്തരായി കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശ്രീ സോനു, കേൾക്കാമോ? ഹലോ, ശ്രീമതി സോനു, പറയാം. സോനു അല്ലേ? അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് അത്ര യോജിപ്പൊന്നും ഇല്ലെങ്കിലും സാറേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങള് വീട്ടമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ടിവിയും ഫോണും ഒക്കെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ വസ്ത്രധാരണം അത്ര ശരിയായ കാര്യമല്ല. ഒരു പെൺകുട്ടി, എനിക്കും മക്കളൊക്കെ ഉള്ളവരാണ്. നമ്മുടെ നീര ജാസ്മിൻ, നമ്മുടെ ശ്രീമതി സോനു, ഓരോ വസ്ത്രം ധരിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഇട്ടുകൊണ്ടുവരുന്നു. അവര് വേഷം കെട്ടിക്കൊണ്ട് വരുന്നത് കാണുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിക്കില്ല. അത് ഓരോരുത്തരുടെ താല്പര്യമല്ലേ ശ്രീമതി സോനു. ഓരോ കാലത്ത് അവർക്ക് സ്വാഭാവികമായും അവരൊരു ഒരു മോഡലായിട്ട് ഉദ്ഘാടനത്തിന് പോകുന്ന സ്ത്രീയാണ്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൂടെ? ഇങ്ങനെയല്ല എടുക്കണ്ടേ ഇത് ഒതുക്കി. അതെങ്ങനെയാണ് പറയുന്നത്? ഇന്ന രീതിയിലെ വസ്ത്രം എടുക്കാവൂ, ഇന്ന രീതിയിലെ എന്താണ്? അവരുടെ ഇഷ്ടമല്ലേ വസ്ത്രം എടുക്കേണ്ടത്? അദ്ദേഹം പറയുന്നതിനോട് ആരും യോജിക്കുന്നില്ല. അയാൾ പറയുന്നത് ശരിയായ കാര്യമല്ല. അല്ല, അതിന് അവരുടെ വസ്ത്രധാരണത്തെ എന്തിനാണ് കുറ്റപ്പെടുന്നത്? നമ്മൾ ഫോണും ടിവിയും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നു. ശ്രീമതി സോനു, ഇതിനേക്കാളും കുറഞ്ഞ വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് എത്രയോ നടിമാരും എത്രയോ നടന്മാരും ഒക്കെ സഞ്ചരിക്കുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ജയിലിൽ പിടിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പ് ചിന്തിക്കണം. ശരി, എന്തായാലും ആരുടെയും വസ്ത്രധാരണത്തിന്റെ പുറത്ത് അഭിപ്രായം നമ്മൾ വിമർശിക്കേണ്ടതില്ല. വസ്ത്രധാരണം ഓരോരുത്തരുടെയും അവകാശമാണ്. അവർ ഏത് തരത്തിൽ വസ്ത്രം ധരിക്കുന്നു. ചിലർക്ക് പണ്ട് ചില പുരുഷന്മാരൊക്കെ സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ പറയാറുണ്ട്, സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അതൊക്കെ ഒരു ന്യായമാണ്. അങ്ങനെ വസ്ത്രത്തിന്റെ കാണുമ്പോൾ ആക്രമണം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അക്രമികളെ ന്യായീകരിക്കും പോലെ, അല്ലെങ്കിൽ ഇത്തരം ചിത്തമാനസരെയൊക്കെ ന്യായീകരിക്കുന്നത് പോലെ ആയിപ്പോവും അങ്ങനെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയല്ല. ശ്രീ സമീറാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീ സമീർ, ബോബി ചെമ്മണ്ണൂരിനെ പോലൊരാൾ പലപ്പോഴും പൊതുവേദിയിലൊക്കെ വന്ന് ഇത്തരം ആഭാസത്തരങ്ങൾ തുടർച്ചയായി പറയുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ എന്തായാലും പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഒപ്പം 10-20ഓളം വരുന്ന യൂട്യൂബേഴ്സും ഉണ്ട്. അവരും ആർക്കെതിരെയും എന്തും യൂട്യൂബിൽ പ്രചരണം, ഒരു ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും എഴുതി തീർക്കാം എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവർക്കും ഇപ്പോൾ ഭയന്ന് നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഞാൻ അലനല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. എവിടെയാണ്? അലനല്ലൂർ എന്ന സ്ഥലത്ത്. അലനല്ലൂർ, ഓക്കെ, പറഞ്ഞോളൂ. ന്യൂസ് 18 സ്ഥിരം പ്രേക്ഷകനാണ്. ശരി, ഓക്കെ, സന്തോഷം. ഈ പണത്തിന്റെ സ്വാധീനം വെച്ചിട്ട് എന്തും പറയാന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണയായിട്ട് ഈ കേസ് മുന്നോട്ട് പോകണം. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ധൈര്യമായി പറഞ്ഞു. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് എന്തും പറയാമെന്നില്ല. ഇതിന് സംഭവിച്ച ഏറ്റവും നല്ലൊരു അടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ പല കടകളും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആള് പല അല്പവസ്ത്രധാരികളായിട്ട് പോകുന്നുണ്ട്. അതിനെതിരെയും ഗവൺമെന്റ് ഒരു ചെറിയ തലത്തിലൊരു അതങ്ങനെയാണ് ഷമീർ. വസ്ത്രമൊക്കെ ധരിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? ഇതിലും എത്രയോ കുറച്ച് വസ്ത്രം മാത്രം ധരിച്ച് എത്രയോ ആളുകൾ പോകുന്നു. അല്പവസ്ത്രമായിട്ട് ജനമധ്യത്തിൽ പോകുമ്പോൾ അവരും തന്നെ രംഗത്ത് വരില്ല. അതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുണ്ട്.
അതൊരു ശരിയായ നിലപാടല്ല ശ്രീ ഷമീർ. ഇതിനേക്കാൾ എത്രയോ വിദേശ രാജ്യങ്ങളൊക്കെ ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകൾ പോകുന്നു. അങ്ങനെ ഒരാൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം, ഏത് തരത്തിലെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്, അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ടത് മറ്റുള്ളവർ ഏത് വസ്ത്രം ധരിക്കണം. ബേബി ചെമ്മണ്ണൂരിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ കഴിയില്ല. ശരി, ബേബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാൻ കഴിയില്ല. മറ്റേ കാര്യത്തിൽ നമുക്ക് വിമർശനം പറയാനും കഴിയുന്നില്ല. ആരുടെ കാര്യത്തിലായാലും അത് നമ്മളായാലും മറ്റൊരാളായാലും വസ്ത്രം ധരിക്കുന്ന അവരവരുടെ താല്പര്യമാണ്. എന്നാലും ഒരു മാന്യമായിട്ട് ഡ്രസ്സ് അത് മാന്യമായ അവർ മാന്യമല്ലാത്ത ഒരു ഡ്രസ്സ് ധരിക്കും. അതാ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് എത്രയോ മനുഷ്യർ, എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ എവിടെയെല്ലാം സഞ്ചരിക്കുന്നു. അങ്ങനെ അതെല്ലാം വസ്ത്രം ധരിക്കുന്ന ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ആ കാലമൊക്കെ കടന്നുപോയി. വീട്ടിലെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഹണി റോസ് പോലെ അനുകരിക്കുക, ഹണി റോസിന്റെ പോലെ ഡ്രസ്സ് ഇടുക. ഞാൻ തന്നെ അതൊരു മോശപ്പെട്ട കാര്യമല്ലല്ലോ ശ്രീ ഷമീർ. അവർ ഓരോരുത്തരുടെ താല്പര്യമല്ലേ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് തൽക്കാലം ആ വിഷയത്തിലേക്കല്ല നമ്മുടെ ചർച്ച എന്നുള്ളത് കൊണ്ട് നമുക്ക് ബിനോയ് കൊല്ലം. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കിരണെ, ഈ വിഷയത്തോട് തീർച്ചയായിട്ടും എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ളത്, ഇപ്പോൾ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്ത രീതിയും ശൈലിയും ശരിയായില്ല. ബോബി ചെമ്മന്നൂരിനൊക്കെയായി എത്രയോ പെണ്ണുങ്ങളടുത്ത് സ്ത്രീകളടുത്ത്, ബഹുമാനപ്പെട്ട സ്ത്രീകളടുത്ത് അപമര്യാദയായി പെരുമാറുന്ന എത്രയോ പേരുണ്ടായിരുന്നു. മുകേഷ്, അതുപോലെ തന്നെ വിജയരാഘവൻ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത രീതിയും അവർക്കൊക്കെ ഗവൺമെന്റ് കൊടുത്ത സാന്ത്വനവും സമാധാനവും ബോബി ചെമ്മന്നൂർ ഇപ്പോൾ കോടതിയിൽ കേസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യം വ്യക്തമാക്കി പറയാം. ഇവിടെ ഇരട്ട നീതിയാണ്. അതായത് ബിനോയ്, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വേറെ ആരെയും ന്യായീകരിക്കുകയും മറ്റൊന്നുമല്ല. ഈ പറഞ്ഞ മറ്റുള്ളവർക്കെതിരെയുള്ള കേസുകളാണ്, ഒരാൾ ഉന്നയിച്ച ആരോപണമാണ്, അത് കോടതിയിലൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളൊക്കെയാണ്. ഈ ബോബി ചെമ്മണ്ണൂർ ഈ നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മുടെ എല്ലാം മുന്നിൽ തന്നെയാണ്. ഞാനും നിങ്ങളും എല്ലാം കേട്ടിട്ടുള്ളതാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യരും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ. അത് ഈ ഹണി റോസിനെതിരെ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ പൊതുവെ അദ്ദേഹം നടത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ ഹണി റോസിന്റെ വിഷയം പറയാം. അദ്ദേഹം പൊതു സമൂഹത്തോട് മാപ്പ് പറയുകയും ഹണി റോസിനോട് മാപ്പ് പറയുകയും ചെയ്ത ഒരു വിഷയത്തിൽ പോലീസ് കേസെടുത്തോട്ടെ. അദ്ദേഹം തെറ്റാണ് പറഞ്ഞതെങ്കിൽ പോലീസ് കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താമായിരുന്നു. അദ്ദേഹം സ്റ്റേഷനിൽ വിളിച്ചാൽ അദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകുന്ന അറിഞ്ഞുകൊണ്ടല്ലേ പോലീസ് കൃത്യമായി തന്നെ വിളിച്ചത്? അല്ല കിരൺ, അങ്ങനൊന്നും കടന്നു പോകുന്ന ആളല്ല അദ്ദേഹം. അതെങ്ങനെ പറയാൻ കഴിയും? ഇങ്ങനെയൊക്കെ ഈ ആധുനിക സമൂഹത്തിൽ നിന്നുകൊണ്ടും ഇങ്ങനെയൊക്കെ നിരന്തരം ഒരു ആളുകൾ പറയുന്നത് പോലെ ഈ ആഭാസത്തരം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ നിയമത്തെ അങ്ങനെ കടന്നു പോകുന്ന ആളല്ല അദ്ദേഹം. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്ന, നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന നല്ല ഒരു പ്രൊഫൈലുള്ള ഒരു ആളാണ്. അത് ജോലി കൊടുക്കുന്നതോ സ്ഥാപനങ്ങളുള്ളതോ കയ്യിൽ കൂടുതൽ പണമുള്ളതോ എന്നുകൊണ്ട് അയാൾ മാന്യനാവണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ കിരൺ, ഞാനൊന്ന് പറയട്ടെ. അദ്ദേഹത്തിനെതിരെയുള്ള FIR മുകേഷിന് വീണത് കണക്കുള്ള FIR അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ രഞ്ജിത്തിന് പോലുള്ള FIR അല്ല അദ്ദേഹത്തിനെതിരെ ഉള്ളത്. അദ്ദേഹത്തിനെതിരെ ഹണി റോസ് പറഞ്ഞത് ചെവയുള്ള സംസാരിച്ചു. അതിനെതിരെ നിന്നപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ സോറി പറയുകയും സോറി പറയുകയൊക്കെ ചെയ്തു. വീണ്ടും പോലീസ് ഇപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കണ്ടു കാണുമല്ലോ. അദ്ദേഹം ന്യായീകരിക്കായിരുന്നു. ഞാൻ മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ് പറഞ്ഞത്, അതിനെ ആൾക്കാർ വ്യാഖ്യാനിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ എന്തോ അരിയാഹാരം തിരുന്ന മനുഷ്യർക്കെല്ലാം മനസ്സിലാവുന്നതല്ലേ? എന്റെ ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത രീതി ശരി, ഓക്കെ, താങ്കൾക്ക് അത്തരം ഒരു അഭിപ്രായം പറയാൻ പോയി അറസ്റ്റ് ചെയ്ത രീതി ശരി, ഓക്കെ. എന്തായാലും അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അതിനെതിരെ പറയുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. ഓരോരുത്തർക്കും അറസ്റ്റിന്റെ രീതിയെക്കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ശ്രീ അരുണാഗിരിനാഥൻ, ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് പറയുന്നു. ശ്രീ വിഷ്ണു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിഷ്ണു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നടി ആദ്യം മുന്നറിയിപ്പ് നൽകുന്നു, സമൂഹ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോഴും അയാൾ ആ തെറ്റു തിരിച്ചറിയാനോ ഒന്നും കരുതുന്നില്ല. അപ്പോഴും സമൂഹ മാധ്യമത്തിലൂടെ അടക്കം അദ്ദേഹം പറയുന്നത് ഞാൻ കുന്തി ദേവിയാണ് പറഞ്ഞത് എന്നൊക്കെ മട്ടിലാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാകാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും. എത്രയോ പ്രാവശ്യം അയാൾ ഈ തരത്തിലേക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണോ? അല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കിവിടെ പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല,
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ വന്ന ഒരു ആക്ഷേപമാണെന്നും അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 4 മാസം പിന്നിട്ടതിന് ശേഷം മാത്രം ഇപ്പൊ ഈ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരാനൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തൊക്കെയോ കളികൾ അവർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. നടക്കുന്നുണ്ട്. ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അവരുടെ മാനേജർ വിളിക്കുന്നു, അവരവിടെ പോകുന്നു. അങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ക്ഷണിച്ച ഒരു ഉദ്ഘാടന ചടങ്ങിൽ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുന്നു. അവിടെ വെച്ച് ഈ ഉദ്ഘാടന ചടങ്ങ് മോശമാക്കുന്നത് ശരിയല്ലല്ലോ, താൻ കൂടി ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് വന്ന ഉദ്ഘാടന ചടങ്ങല്ലേ അവരൊന്നും പറയുന്നില്ല. അതിനുശേഷം കൃത്യമായി തന്നെ ഇദ്ദേഹം അവരെ പലതരത്തിൽ പിന്തുടരാനൊക്കെ ജോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നു. അതിനെ അവർ നിഷേധിക്കുന്നു. നിങ്ങളുടെ ഇനി പരിപാടികളുമായി ഞാൻ സഹകരിക്കാറില്ല, എനിക്ക് നിങ്ങളുടെ ഇതിലോട് താല്പര്യമില്ല, എന്നെ പിന്തുടർന്ന് വന്ന് എന്നെക്കുറിച്ച് നിരന്തരം വേദികളിൽ അനാവശ്യം പറയുന്നത് നിർത്തണം എന്നുള്ള അവർ ആവശ്യപ്പെടുന്നു. അത് സമൂഹ മാധ്യമത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നു. എന്നിട്ട് പോലും പേര് പറയുന്നില്ല അവരാദ്യം, ചില വ്യക്തികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് പോലും അതിനൊന്നും തയ്യാറാവാതെ പിന്നെയും ഹുങ്കുമായി നിന്നപ്പോഴല്ലേ അവർ കേസുമായി മുന്നോട്ട് പോയത്. അപ്പോൾ ഈ 4 മാസം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ എന്താണ്? അവർ ഒരാളോട് ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി അയാൾ നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി നിന്നിട്ടും അയാളുടെ പിന്നെയും പണത്തിന്റെ ഹുങ്കുമായി ഭീഷണിപ്പെടുത്തുന്ന മട്ടിലല്ലേ പിന്നെയും നിന്നത്? അല്ല താങ്കൾ ഇപ്പൊ പറഞ്ഞതിനകത്ത് ഒരാളോട് ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി എന്നൊരു പോയിന്റ് പറഞ്ഞു. അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരാളോട് ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി, പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന വ്യക്തികളോട് ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി എന്ന് അവിടെ പറയുന്നില്ല. കാരണം ഇവരിവിടെ ആദ്യത്തെ ഒരു ഉദ്ഘാടനമല്ല ചെമ്മണ്ണൂർ ജ്വല്ലറി ചെയ്യുന്നത്. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പ്രോഗ്രാമുകളിൽ ഒരുപാട് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് നോർമലി മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണ് ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാൻ ചെല്ലുന്നത്. അവിടെ സ്ത്രീകൾ തടിച്ചുകൂടാറില്ല. അവിടെ തടിച്ചുകൂടുന്ന ഒരുപറ്റം പുരുഷന്മാര് എങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഹണി റോസ് എന്ന് പറയുന്ന മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇതുപോലെ ജ്വല്ലറികളും കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യുന്ന മറ്റൊരുപാട് നടിമാരുണ്ട്. അവരെ ആരെ പറ്റി ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുമില്ല. അത് മാത്രമല്ല മറ്റു പലരെ പറ്റിയും ഇത്രയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അവരാരും പരാതി കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ പറയുന്ന അശ്ലീല പ്രയോഗങ്ങൾ എത്ര ചില്ലറയൊന്നും അല്ല, സ്ത്രീകളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ബോബി ചെമ്മണ്ണൂർ അശ്ലീല പ്രയോഗം പറയുന്ന സമയത്തും ഇവിടെ ആരും തന്നെ ഇത്തരത്തിലൊരു എന്താ പറയുന്നത് കെട്ടിച്ചമച്ച ഒരു കഥയുമായിട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് ആരും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ കേട്ടതല്ലേ ഇയാൾ പറയുന്നത്, നമ്മൾ എത്രയോ തവണ കേട്ടതാണ് ഇയാൾ പറയുന്നത്, ഇയാൾ ഈ വൃത്തികേട് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. ഈ വസ്ത്രധാരണ രീതിയിൽ ഓരോരുത്തർക്കും അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം വയലൻസ് ഉള്ളൊരു ചിത്രം ഇറങ്ങി കഴിഞ്ഞാൽ അത് അനുകരിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണ രീതികളും ഓരോ കുടുംബങ്ങളിൽ കാണുന്ന കുട്ടികളടക്കം അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു രീതിയൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഒരു 30 കൊല്ലം മുമ്പ് സ്ത്രീകളും പുരുഷന്മാരും ധരിച്ചിരുന്ന വസ്ത്രമാണോ ഇപ്പൊ ധരിക്കുന്നത്? അല്ലല്ലോ. വസ്ത്രമൊക്കെ ഓരോ കാലത്തും മാറിക്കൊണ്ടേയിരിക്കും. നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ അടുത്ത തലമുറ ഏത് വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് നമുക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. അത് അവരുടെ തീരുമാനം, അവരുടെ കാലം. നമ്മളുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാലത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളാണോ നമ്മൾ ധരിക്കുന്നത്? അന്നത്തെ സ്ത്രീകൾ ധരിച്ച വസ്ത്രങ്ങളാണ് ഇപ്പോൾ സ്ത്രീകൾ ധരിക്കുന്നത്. അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അദ്ദേഹത്തെ എന്താ പറയുന്നത്, ഇവിടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിച്ചു, വയനാട് മേപ്പാടിയിൽ വെച്ച് വളഞ്ഞിട്ട് പിടിച്ചു എന്നൊക്കെ പറയുന്നത്. വേണമെങ്കിൽ പറയാറുണ്ട് 2 AK-47 ഗണ്ണുമായിട്ട് വന്നിട്ട്. ശരി, ഓക്കെ, താങ്കൾ അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും താങ്കൾ ന്യായീകരിച്ചോളൂ. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായത്തിന്. ശരി, ഓക്കെ. ശ്രീ സിനിത പത്മിനിയാണ് ഓച്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി സിനിത പത്മിനി, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ. നിരന്തരമായി സ്ത്രീകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വർത്തമാനം പറയുന്ന ഒരാൾ ഇപ്പോൾ എന്തായാലും കുടുങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും വല്ലാത്തൊരു സ്ത്രീ വിരുദ്ധതയാണ്. എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ട ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്. മറ്റൊരാൾക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം എന്താണുള്ളത്? എനിക്ക് മുമ്പേ സംസാരിച്ച വിഷ്ണു വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 6 മാസമുള്ള കുഞ്ഞിനെ ഇവിടെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്, 2 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വസ്ത്രധാരണത്തിന്റെ പേരിലാണോ? മാറേണ്ടത് ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ പുരുഷാധിപത്യത്തിന്റെ അവരുടെ ചിന്താഗതിയല്ലേ മാറേണ്ടത്? ഈ സമൂഹമല്ലേ മാറേണ്ടത്? വസ്ത്രധാരണ രീതിയല്ലല്ലോ മാറേണ്ടത്. അത് കലാരംഗത്ത് നിൽക്കുന്നവരായാലും പൊതുസമൂഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരായാലും എല്ലാവരും തന്നെ ആ സ്ത്രീയെ മാത്രം എന്തിനാണ് നോക്കുന്നത്? ഇങ്ങനെ അവരുടെ വസ്ത്രധാരണം, അവരുടെ ശാരീരിക ഘടന, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ നോക്കാൻ പോകുന്നത്? എന്ത് കാരണത്തിനാണ്? എനിക്കത് മനസ്സിലാകുന്നതില്ല. ഇവരുടെ ചിന്താഗതി ഇന്നും എനിക്ക് തോന്നുന്നത് ഒരു ആഭാസത്തരം എന്ന് വേണം. ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവരൊക്കെ ഒരു എനിക്ക് എന്തും പറയാൻ പറ്റും അവരെ എന്നുള്ള ധാരണയാണോ? ഒരിക്കലുമല്ല. ബോച്ചയൊന്നും പറഞ്ഞതിനോട് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ബോച്ച പല യൂട്യൂബ് ചാനലും ഞാൻ ബോച്ചയുടെ കണ്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സംസാരത്തില്. അത് ഒരിക്കലും ചേർന്നല്ല ഈ സമൂഹത്തിൽ. ഈ വിഷ്ണു മുമ്പേ പറഞ്ഞല്ലോ, ഇതെല്ലാം കണ്ട് അനുകരിക്കും
ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, ഒരു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഈ ബോച്ചെ പറയുന്ന ഈ പ്രയോഗങ്ങളും ശരിയാണ്. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് അല്ലാതെ പലപ്പോഴും ഈ അക്രമകാരികളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകളുടെ വസ്ത്രം പ്രകോപനപരമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ബലാത്സംഗം ചെയ്തതെന്നൊക്കെ പറയുന്നത്. ഈ നാട്ടിലെ താങ്കൾ പറഞ്ഞതുപോലെ 2 വയസ്സുള്ള കുട്ടികളെ മുതൽ 88 90 വയസ്സുള്ള വൃദ്ധകളെ വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാടാണിത്. ആ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് വസ്ത്രം വേണമെന്നോ ഇന്ന വസ്ത്രം ധരിച്ചാലേ ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ചാൽ ചെയ്യുമെന്നൊന്നുമില്ല. കുറ്റവാളികൾ എപ്പോഴും അത്തരം ക്രിമിനൽ വാസനയുള്ളവർ, അതൊക്കെ കാരണങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ശ്രീമതി മറിയാമ്മയാണ് ചേരുന്നത്, കോതമംഗലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീമതി മറിയാമ്മ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് തൊട്ടു മുമ്പ് പറഞ്ഞ സിന്ധ പത്മിനി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളുടെ ചോദ്യം ബോബി ചെമ്മണ്ണൂർ പാഠമാകുമോ എന്നുള്ളതാണല്ലോ. ബോബി ചെമ്മണ്ണൂർമാരുടെ എണ്ണം ഇവിടെ ഈ നാട്ടിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ അവരെന്തുകൊണ്ട് അന്നേരം പരാതിപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇത്രയും വൈകി? അവരുടെ വസ്ത്രത്തിനാണ് പ്രശ്നം, അവരുടെ പെരുമാറ്റത്തിനാണ് പ്രശ്നം. അത് എല്ലാ കുറ്റവും സ്ത്രീയിലേക്ക് ആരോപിച്ച് ഈ ഇരകൾ, ഈ വേട്ടക്കാരന്റെ കൂടെ ഓടാനാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടം. ഇരകളെ പരമാവധി താഴ്ത്തിക്കെട്ടി ഇനി ആരും ഇങ്ങനെ ഒരു പരാതി കൊണ്ട് വരരുത് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പോകുന്നിടത്തോളം കാലം ഇങ്ങനെ ബോബി ചെമ്മണ്ണൂർമാരുടെ എണ്ണം ഇവിടെ കൂടിക്കൂടി വരും. ഇത് നമ്മൾ ശരിക്കും പുരുഷാധിപത്യ സമൂഹമായതുകൊണ്ടും കൂടിയാണോ എന്ന എനിക്കൊരു സംശയമുണ്ട്. ഈ രീതിയിൽ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അത്തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് തന്നെ അതുകൊണ്ടാണ്. ഏതെങ്കിലും പുരുഷൻ വസ്ത്രം ധരിക്കുന്നത് മോശമായതുകൊണ്ട് സ്ത്രീക്ക് പ്രകോപനം തോന്നി എന്നും കയറി അവരെ ചെയ്തെന്നൊന്നും ആരും പരാതി വരുന്നില്ലല്ലോ. 90 വയസ്സായ അമ്മൂമ്മേനെ മരിച്ചു കിടക്കുന്ന ശവത്തെ പോലും ഉപദ്രവിച്ച അവസ്ഥയുണ്ട്. അവസ്ഥയായിട്ട് റോഡിൽ കിടക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കും, കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കും. ഇതൊക്കെ വസ്ത്രം കൊണ്ടൊന്നും അല്ല, ഇതൊക്കെ എന്തോ ഒരു പ്രത്യേക മാനസിക അവസ്ഥ അത് തന്നെയാണ്. ശരി, ബാധിച്ചിട്ടുണ്ട് എന്ന് ശരി. ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, എന്തായാലും ഈ വിഷയത്തിൽ വളരെ വേഗത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. സമാനമായ രീതിയിലേക്ക് മറ്റു പല പേരുകളിലുമൊക്കെ ഇതിൻ്റെ താഴെ വന്ന അശ്ലീല കമൻറ്റുകൾ എഴുതിയ പലരെയും അന്വേഷണത്തിലാണ് പോലീസ്. ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, മറ്റു ചിലരെയൊക്കെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്നും സൂചനകളുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡിയിലായത് ഈ സമാന മനസ്കരായ മറ്റു ചില ബോബി ചെമ്മണ്ണൂറുമാർക്ക് ഒരു പാഠമാണോ? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഈ ബോബി ചെമ്മണ്ണൂർ ഇതേമാതിരി തന്നെ ഇതിനു മുന്നേ ഒരു കേസില് പീഡന കേസാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതിനു മുന്നേ ഒരു 5-6 കൊല്ലം മുമ്പാട് അദ്ദേഹം ഇതേമാതിരി അന്ന് ഊരിപ്പോരുകയുണ്ടായത്. ഇതേമാതിരി തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. അദ്ദേഹം അത് ഊരിപ്പോന്നിട്ടുള്ളതാന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ സ്ത്രീ ഇവര് മാത്രല്ല, അയ്യോ അവരെ എത്രമാത്രം അവഹേളിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് വരുന്നതെന്ന് അറിയോ. അതുകൊണ്ട് അവര് പരിസമാപ്തി വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവര് പറഞ്ഞല്ലോ, ആദ്യം ഇവര് മര്യാദയ്ക്കൊക്കെ പറഞ്ഞു, പിന്നെയും അതിന്മ പിടിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞ എന്താണെന്നറിയാം, അവര് സ്റ്റഡി ആയിട്ട് നിന്നു. അവര് പറഞ്ഞു, എന്റെ പേര് വെച്ചിട്ട് തന്നെ എന്നെ കാണിച്ചിട്ട് തന്നെ ഞാനാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നണ മറ്റേ ദിലീപിനെ പിടിച്ച് അതിട്ടില്ലേ, ആ നടി എടുത്ത അതേ ആ അന്തസ്സും അതേമാതിരി തന്നെ ഇവരിപ്പോ ഇവിടെ പ്രതികരിച്ചാണ്. അതുകൊണ്ടാണ് ഇയാള് അകത്തി പോയത്. ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇത് അകത്ത് പോവില്ല, കാര്യങ്ങളൊക്കെ സാറ് നേരത്തെ പറഞ്ഞ മാതിരി പൈസയും കാര്യങ്ങളുള്ള ആളല്ലേ, ഞാൻ എന്നെ അങ്ങനെ പിടിച്ചില്ല. പിന്നെ പല പ്രേക്ഷകരും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റേഷനിൽ വിളിച്ച് വല്ല പഴംപരിയും ചായയൊക്കെ കൊടുത്ത് ഒന്ന് ശ്രീ സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദ് കൂടി ചേരുന്നുണ്ട്, കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, തുടർച്ചയായി ഒരാൾ ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തി നിൽക്കുകയായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹം ഈ നടി വന്ന് പരാതി പറയുമ്പോഴും ആദ്യം പേരൊന്നും പറഞ്ഞിരുന്നില്ല കൃത്യമായ, പക്ഷേ ആളുകൾക്ക് മനസ്സിലായി ഇതാരെയാണെന്ന്. പക്ഷേ അപ്പോഴും അവർ അന്ന് ആ സമയത്ത് പോലും തെറ്റ് അംഗീകരിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ ഒന്നുമല്ല, ന്യായീകരിക്കാണ്. താൻ കുന്തി ദേവിയാണ്, മഹാഭാരതത്തിലാണ് പറഞ്ഞത് എന്ന മട്ടിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്നെന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ശ്രീ സജീവാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ സജീവ, താങ്കൾക്ക് പറയാം. സാറേ പറഞ്ഞോളൂ. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടപടിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറഞ്ഞോളൂ. പിന്നെ ഈ യൂട്യൂബിനകത്ത് നടത്തുന്ന ചില ഇന്റർവ്യൂകൾ, ചില പുരുഷന്മാർ നടത്തുന്ന ഇന്റർവ്യൂകളുണ്ട്. വളരെ മോശമായ സ്ത്രീകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്കെതിരായിട്ട് കൂടി നടപടി എടുക്കണം. അതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ 20 യൂട്യൂബുകാർക്കെതിരെ നടപടി ആലോചിക്കുന്നുണ്ട്. ഇവരുടെ ചിത്രങ്ങളും അവരുടെ ദൃശ്യങ്ങളും ഒക്കെ വെച്ചിട്ട് മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിച്ചു.
ചോദ്യങ്ങൾ ചോദിക്കുന്നത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളരെ മോശമായ രീതിയിലാണ് ചില സ്ത്രീകളായ ആർട്ടിസ്റ്റുകളോട് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന നമുക്ക് പോലും ഇറിറ്റേഷൻ ഉണ്ടാവും. അതെ, താങ്കൾ പറഞ്ഞത് അങ്ങനെയാണ്. ഏത് യൂട്യൂബിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാൽ പോലും ഒരു സാമാന്യ മര്യാദ അവർ വെക്കേണ്ടതാണ്. തങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്കാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അത് ഏറിയേണ്ടതാണെന്നും നാളെ ആളുകൾ കാണേണ്ടതാണെന്നും ഒക്കെയുള്ള ഒരു സാമാന്യ ബോധം കൂടി ഈ യൂട്യൂബിലെ ചിലരെങ്കിലും വേണം. അതില്ലാതെയാണ് ചിലരെങ്കിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അവർ ആദ്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതെ സമൂഹം ആദ്യം അവരുടെ മാനേജറെ അറിയിച്ചു, ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണം, തന്നെ ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന രീതി നിർത്തണമെന്ന് പറഞ്ഞു. അതിന് തയ്യാറായില്ല. വീണ്ടും അവർക്കെതിരെ ആരോപണവുമായി അല്ലെങ്കിൽ ആക്ഷേപവുമായി നിന്നു. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ അവർ എഴുതി, പേര് പറയാതെ എഴുതി. അപ്പോഴും ന്യായീകരണവുമായി നിൽക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതിനുശേഷമാണ് അവരിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും ശ്രീ രവീന്ദ്രനാണ് ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് കേരള പോലീസിൻ്റെ വേഗത്തിലുള്ള ഈ നടപടിയെ കാണുന്നത്? മറ്റുള്ള ബോബി ചെമ്മണ്ണൂർമാർക്ക് ഒരു പാഠമാണോ ഇത്? എനിക്ക് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ പ്രവൃത്തിയോട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരോട് യാതൊരു യോജിപ്പില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവരവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ വസ്ത്രം ധരിച്ചു നടക്കുന്നു. അത് കാണാൻ ആൾക്കാരുമുണ്ട്. പുള്ളിക്ക് എന്തിന്റെ കേടാണെങ്കിൽ ആ മനുഷ്യന് പണമുണ്ടോ, അയാൾക്ക് നന്നായിട്ട് ജീവിച്ചാൽ പോരെ. നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, ഒരു കാലത്ത് മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു നാടാണ് നമ്മുടെ നാട്, നമുക്കറിയാമല്ലോ. നാളുകളിൽ ചിലപ്പോൾ ജനം മാറി മറയ്ക്കാതെ നടക്കാൻ വേണ്ടി സമരം ചെയ്തേക്കാം. ഈ പുള്ളി എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ പുള്ളിക്കാരി ഈ ഓരോ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോ എത്രയോ ആളുകളാണ് അവരെ കാണാൻ വരുന്നത്. അപ്പൊ അതൊരു ആസ്വാദ്യത ഉള്ളത് കൊണ്ടാണല്ലോ ആ വസ്ത്രധാരണം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പിന്നെ പുള്ളി എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. പണ്ട് ഞാൻ ഈ കോവളത്തൊക്കെ പോയിട്ട് നോക്കി നിൽക്കുമായിരുന്നു വളരെ കൗതുകകരമായിട്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അവര് വന്ന് അങ്ങനെ ഷെഡിയും ബ്ലേസും ഇട്ട് കിടക്കുന്ന നമുക്ക് അവസരമില്ലല്ലോ. അപ്പൊ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവന്മാർക്കൊന്നും ആസ്വദിക്കാൻ അറിയത്തില്ലെന്നേ. ആസ്വാദനത്തിന്റെ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഇവന്മാര്, ഈ ആണുങ്ങൾ, വൃത്തികെട്ടവന്മാര് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ഇതൊക്കെ ആസ്വദിക്കണം നമ്മള്. അതല്ലേ ആവശ്യം. സമൂഹം ശരി, ഓരോരുത്തരുടെയും വസ്ത്രധാരണം ഓരോരുത്തരുടെയും അവകാശമാണ്. അത് അവരുടെ ഏത് തരത്തിൽ ധരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരുടെ വിഷയമല്ല, അവരുടെ അവകാശമാണ്. ശ്രീ എബി ജോർജ് കൂടി ചേർന്നുണ്ട് എറണാകുളത്ത് നിന്നാണ്. ശ്രീ എബി ജോർജ്, എന്തായാലും ഈ തരത്തിലേക്ക് പലരും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, അവർ പിന്നാലെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട്. ഏത് ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നടികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോ വന്നാൽ വ്യാജ പേരുകളിൽ വന്ന് പക്ക അശ്ലീലമൊക്കെ വിളിച്ചു പറയുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർവ്വ വൃത്തികേടുകളും വ്യാജ പേരുകൾ വിളിച്ചു പറയുന്നവർ, അവരടക്കം ഇപ്പോൾ കുടുങ്ങാൻ പോവുകയാണ്. ശ്രീ എബി പറയാം. ശ്രീ എബി കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം. പറഞ്ഞോളൂ. അതെ, കുടുങ്ങിക്കോട്ടെ. ഇതിപ്പോ എല്ലാവരും കുടുങ്ങട്ടെ, ഞാനും കുടുങ്ങണമല്ലോ. ഇതിലിപ്പം അവര് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ എനിക്ക് കേൾക്കാം, പറയാൻ അവിടെ വ്യഗ്രത കാണിക്കണ്ട. കുടുങ്ങട്ടെ. ഞാൻ ഇതുവരെ ആരുടെ അടുത്തും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് എന്തിനാണ് ഈ ബാക്കി എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ നടക്കുന്നില്ലേ? ഇവര് മാത്രം ഇത് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജു ആണ് ദുബൈയിൽ നിന്നും. ഷാജിയാണ്, ക്ഷമിക്കണം. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്റെ പേര് സജി എന്നാണ്. സജി, ക്ഷമിക്കണം കേട്ടോ, ആദ്യമായിട്ട് രണ്ടു തവണ നിങ്ങളുടെ ചാനലിനെ ഞാൻ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം വെച്ചാല് ഞാനിപ്പം പുറത്ത് ജോലി കഴിഞ്ഞ് ഇപ്പം എന്റെ ഫ്ലാറ്റിലോട്ട് വന്ന് കയറി ടി വി വെച്ച് ന്യൂസ് ഓൺലൈനിൽ കണ്ടു. ടി വി വെച്ചിട്ട് ഒരു ചാനലിലും ഇതിന്റെ ഒരു വാർത്ത, ഒരു ലൈൻ ഒന്നും എഴുതി കാണിക്കുന്നില്ല. എല്ലാ ചാനലും ഉണ്ടായിരുന്നു ശ്രീ സജി. നമ്മളങ്ങനെ എല്ലാ ചാനലും ഇത് നന്നായി വാർത്ത എടുത്താണ് എല്ലാവരും. പക്ഷെ ഒന്നിൽ കാണിക്കുന്നില്ല, എഴുതി കാണിക്കുന്ന പോലും ഇല്ല. അപ്പൊ നിങ്ങൾ മാത്രമാണത് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തത്. അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ അല്ല ഇദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള സംസാരം കേൾക്കുന്നത്. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, എല്ലാവരുടെയും വയസ്സായ പുരുഷന്മാരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ആണെന്നും പെണ്ണെന്നൊന്നുമില്ല, ആരോടും ഇത് വല്ലാതെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. കാരണം വെച്ചാല് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് മുതലാളിമാരുണ്ട്.
ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വ്യവസായി എന്ന എല്ലാ ചാനലും പറയുന്നത്. എന്ത് വ്യവസായമാണ്? പുള്ളി ഒരു വ്യാപാരിയാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ഒരു വ്യാപാരി, കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു വ്യാപാരിയാണ്. ഇദ്ദേഹത്തിന് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് വ്യവസായികളും വ്യാപാരികളും കേരളത്തിൽ നിന്നുണ്ട്. നമ്മുടെ UAE ഉൾപ്പെട്ട സ്ഥലങ്ങളിലുള്ള, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലുലുവിന്റെ ഓണർ, അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. എത്രയോ ആളുകൾ, രവി എന്ന് പറഞ്ഞ രവി മുതലാളി, ഇവരൊക്കെ വളരെ ഡീസന്റും വളരെ മാന്യമായിട്ടാണ് ജനങ്ങളോട് ഇടപെടുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ ആരടുത്തും എന്ത് സംസാരിക്കാന്നുള്ള തോന്നല് തെറ്റാണ്. രണ്ടാമത് സുരേഷ് മരിച്ചു ആ കുട്ടിയോടത്തുള്ള ഇന്റർവ്യൂ ഭയങ്കര സങ്കടം തോന്നും സംസാരം കേൾക്കുമ്പോൾ. ശരിയാണ്, പലപ്പോഴും അദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാണ് പറഞ്ഞത്, മറ്റാരെങ്കിലും ഉന്നയിക്കുന്ന പോലെയല്ല. മറ്റു പലർക്കെതിരെയുള്ള ആരോപണങ്ങളാണെങ്കിൽ ഇയാൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് സാമാന്യ ജനത്തിനടക്കം ബോധ്യമുള്ളതാണ്. ശ്രീ ഷെറീഫ് കൂടി ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. ശ്രീ ഷെറീഫ്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ നമ്മളിപ്പോ എനിക്ക് മുമ്പേ ഒരു 2-3 പേര് വിളിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ കേട്ട്. കൊല്ലത്തുനിന്ന് തന്നെ വിളിച്ചതാണ് 1-2 പേര്. അവര് പിന്നെ മുകേഷിന്റെയും മറ്റേ രഞ്ജിത്തിന്റെയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത്, അതിനെല്ലാം പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമുക്ക് തന്നെ ഒരു സിനിമയിൽ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ താടി വളർത്തും, മീശ വളർത്തും, അത് ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ കണക്ക്. അവരെ വസ്ത്രധാരണം അവരുടെ ഇഷ്ടമാണ്. അവരെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള അവരെ വിളിച്ചിട്ട് ഈ കുറെ കാലമായിട്ട് ഈ ബോച്ചെ പിറകിന് നടന്ന് ശല്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ ദ്വയാർത്ഥം വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവരെ വളരെ ഹരാസ് ചെയ്യുകയാണ്. അപ്പൊ അത് ഈ ഒരു സർക്കാരിന്റെ ഈ നടപടി വളരെ ഉചിതമായ നടപടിയാണ്. ആ നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇവരെ ഒന്ന് പെട്ടെന്ന് ഇറക്കി വിടരുത്. കുറച്ച് ജയിലിൽ കിടന്നിട്ട് ആ ജയിലിന്റെ സുഖം എന്താണ്, ഇങ്ങനെ നടന്നാൽ ഇതിനകത്ത് എന്താണ് തിക്ത അനുഭവം എന്നവർക്ക് നല്ലപോലെ മനസ്സിലാകണം. ഇനിയുള്ള ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് വരരുത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീമതി മിനി കൂടി ചേരുന്നുണ്ട് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, പലതവണ അവർ വാണിംഗ് നൽകി ഈ ബോബി ചെമ്മണ്ണൂരിനോട്, അദ്ദേഹത്തിൻ്റെ മാനേജരോടക്കം, എനിക്ക് നിങ്ങളുടെ പരിപാടിയിൽ ഇനി സഹകരിക്കാൻ താല്പര്യമില്ല, എന്നെ പിറകെ നടന്ന് ഈ തരത്തിലേക്ക് എന്നെ ശല്യപ്പെടുത്തുന്നതെന്ന്. പക്ഷേ അപ്പോഴൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ബോബി ചെമ്മണ്ണൂർ മറ്റൊരു തരത്തിലായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇത് മറ്റു ബോബി ചെമ്മണ്ണൂർമാർക്കും ഒരു പാഠമാണോ? തീർച്ചയായിട്ടും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സാറേ, തീർച്ചയായിട്ടും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇന്റർമീനിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ടോക്ക് അദ്ദേഹത്തിന് ഇല്ല. നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ബഹുമാനിക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. അതിനോടൊന്നും പോയില്ല ഈ ഒരു രീതി. ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് അവർ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെയാണ്, അതിലൊന്നും നമുക്ക് ആർക്കും കൈകടത്തേണ്ട കാര്യമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് നല്ല ഒരു ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം കേറിയ പോലെ ഇറങ്ങി വരരുത് സാറേ. അങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടിയാൽ ഇനി സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു വാണിംഗ് ആവും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ശ്രീ മോഹൻദാസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ, എൻ്റെ അഭിപ്രായത്തില് ഇത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂര്. ആ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിനൊരു അപമാനമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ ചെയ്തികളും TV-യിലും മറ്റുള്ള മീഡിയകളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ പ്രകടനങ്ങൾ, സാംസ്കാരികമായിട്ടൊരു എന്താണ് വളരെ അധപ്പതിച്ച രീതിയിലുള്ള ഒരു വ്യക്തി. സാംസ്കാരികമായിട്ട് അധപ്പതിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് പണം ഏത് രീതിയിലും പണം ഉണ്ടാക്കിയാൽ ആ പണം എന്ത് നാണക്കേടിനും മറയാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി നിൽക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് തള്ളിപ്പറയണം. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾ ഇങ്ങനെയുള്ള ഈ നികൃഷ്ടന്മാരുടെ പ്രോഗ്രാമുകളിൽ കഴിവതും പങ്കെടുക്കാതിരിക്കുക എന്നുള്ള ഒരു കൂട്ടായ തീരുമാനം കൂടി എടുക്കണം. പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ രീതിയിലുള്ള പ്രതിഷേധം കൂടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ദയവും ചെയ്ത് അങ്ങേയറ്റം മിളയച്ചമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സാംസ്കാരിക കേരളത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അല്ല. അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള മേൽപ്രവർത്തികൾ ഇദ്ദേഹമല്ല, ഇതുപോലെ സമാന രീതിയിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഏറ്റവും നല്ല രീതിയിലുള്ള നടപടികളിലേക്ക് ഇന്നത്തെ സർക്കാരും അതുപോലെ ഭരണകൂടവും പോലീസും നീങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഈ കാഴ്ചപ്പാട് അല്ലെ ഈ ഒരു നിയമ നടപടികൾ നമുക്ക് വരും കാലങ്ങളിൽ ഈ വ്യാജമായിട്ടുള്ള പേരുകൾ കൂടി വരുന്ന
പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും മറ്റുള്ള അതെ, അത് ഏറ്റവും പ്രധാനമാണ്. ശ്രീ സൂപ്പി കൂടി ചേരുന്നുണ്ട് വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്രകാലം വിചാരിച്ചിരുന്നത് ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ തൻ്റെ സമ്പത്തിൻ്റെ സ്വാധീനം കൊണ്ട് തനിക്ക് ഈ നിയമത്തിനെല്ലാം മേലെ പറക്കാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ അക്കാര്യത്തിൽ ഒരു നിയമ നടപടി ഉണ്ടായിരിക്കുന്നു. മറ്റ് ബോബി ചെമ്മണ്ണൂറുമാർക്കും ഇതൊരു പാഠമാണോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്റെ അഭിപ്രായത്തിൽ ഇത് ബോബി ചെമ്മണ്ണൂർ ഈ അഭിപ്രായം പറയുമ്പോ ഇത്രയും ആൾക്കാർക്ക് ഇതിൽ വിളിച്ചിട്ടുണ്ട് ചാനലില്. ഈ ആരും അദ്ദേഹത്തോട് പറയാം ഇമാതിരി വർത്താനം പറയാൻ പാടില്ല, ഒറ്റ അടിക്ക് ഒരു വർത്താനം പറഞ്ഞ അയാൾ ആനെ എന്താക്കും നിർത്തുമായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൂട്ടി അറിയുന്നല്ലേ എല്ലാവരും. ഇങ്ങനെ ആ സ്ത്രീയുടെ പുറകെ പല ജനങ്ങളും ഇങ്ങനെ അവരുടെ ആകർഷിച്ചുകൊണ്ട് നടക്കുന്ന ആ വസ്ത്രധാരണം തന്നെ, വസ്ത്രധാരണത്തെ നിങ്ങൾ ഇതുവരെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവരുടെ അവരുടെ തീരുമാനമാണെങ്കിലും അത് ഇത്തരം വേദികളിലേക്ക് വരുമ്പോൾ അത് അടങ്ങി ഒതുങ്ങിയുള്ള വസ്ത്രം ധരിക്കേണ്ടതാണ്. ശ്രീ സൂപ്പി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനല്ലേ. ഇപ്പോൾ ഒരു നീന്തൽ താരം അവരുടെ വസ്ത്രം ധരിക്കുന്നത്, അവർ ഇതിനേക്കാളും എത്രയോ കുറഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത്. ഏത് അന്താരാഷ്ട്ര വേദിയിലടക്കം നിന്ന് അവർക്ക് നീന്തണ്ടേ? അങ്ങനെയല്ലേ ഈ സമൂഹത്തിൽ? അത് കാണുമ്പോൾ ആളുകൾക്ക് മറ്റു ചിലത് തോന്നുന്നു എന്ന് പറയുന്നത് ആ കാണുന്നവൻ്റെ മനസ്സിൻ്റെ കുഴപ്പമല്ല, വസ്ത്രം ധരിക്കുന്നവരുടെ കുഴപ്പമാണോ? അതുകൊണ്ട് അവർ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇന്ന തരത്തിൽ വസ്ത്രം ധരിക്കണം എന്നൊക്കെ നമ്മൾ നിഷ്കർഷിക്കുന്നതിനകത്ത് നമുക്ക് എന്താ അവകാശമാണുള്ളത്? അത് അവർ സ്വയം മനസ്സിലാക്കേണ്ടത്. അതെന്തിനാണ് അവർ മനസ്സിലാക്കുന്നത്? അവരുടെ ഇഷ്ടമല്ലേ. അവർക്ക് ഇതിനേക്കാളും കുറഞ്ഞ വസ്ത്രമോ ഇതിനേക്കാളും കൂടിയ വസ്ത്രമോ ഒക്കെ ധരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വേദികളിൽ സ്ത്രീകൾ, പല സ്ത്രീകൾ ഇതുപോലത്തെ വസ്ത്രം ധരിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇതിനേക്കാളും കുറഞ്ഞ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് വേദികൾ വരുന്ന എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ സ്ഥലങ്ങളിലുണ്ട്. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇത് അങ്ങനെ അവർക്ക് ഇഷ്ടമാണ് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. നമുക്ക് ആർക്കും നിഷ്കർഷിക്കാൻ അവകാശമില്ല. നിങ്ങൾ ഇന്ന ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങളെല്ലാം മൂടിക്കൊണ്ട് വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ മൂടാതെ വരണം, അങ്ങനെയൊന്നും പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഇടുന്ന ആളിന്റെ ഇഷ്ടമാണ്. അതാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ഇവരെ മാത്രം ഇങ്ങനെ ജനങ്ങളെ ആകർഷിക്കുന്നത്? ജനങ്ങൾക്ക് സ്വാഭാവികമായും സൗന്ദര്യമുള്ള ആളുകളോട്, ഗ്ലാമർ താരങ്ങളോട്, സിനിമാ താരങ്ങളോടൊക്കെ വലിയ ആരാധന വരില്ലേ? വലിയ കായിക താരങ്ങളോട് വലിയ ആരാധന വരില്ലേ? അവരെക്കാൾ സൗന്ദര്യമില്ലാത്ത ആളുകൾ നാട്ടിലില്ലാഞ്ഞിട്ടാണോ? അല്ല, ജനങ്ങൾക്ക് അങ്ങനെയാണ്. എപ്പോഴും സിനിമാ താരങ്ങളോടോ അല്ലെങ്കിൽ വലിയ കായിക താരങ്ങളോടോ ഒക്കെ വലിയ ആരാധന ഉണ്ടാവും. അത് അത്തരം ഒരു ആരാധന മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ ഭാഗമാണത്. ഏതായാലും അത് അകത്തല്ല. ഇപ്പം പിന്നെ ബാക്കി കാര്യങ്ങൾ മറപോലെ വരും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അദ്ദേഹത്തിന്റെ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നതിനെ പൂർണ്ണമായും തള്ളി പറയുന്നതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് ഇന്നലെ താങ്കൾ എടുത്ത ആ വിഷയവും അതിനോട് ആളുകൾ പ്രതികരിച്ചത് നന്ദി പറയുന്നു. ഞാൻ ഇടപെടേണ്ടി വന്നില്ല, എനിക്ക് വളരെ കാര്യം പറഞ്ഞു. ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഇയാള് ജഗതി എന്ന് പറയുന്ന ആള് ഞാൻ ചാലിക്കാപ്പള്ളിന്റെ മോള് ബഹുമാനിക്കുന്നതാണ്. ഇത്ര നല്ല കോമഡി ലോകത്തില്ല. ബഫൂണറി മാത്രമല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ഒടുവിലേക്ക് വന്ന ആളാണ് ഈ നമ്മുടെ ഈ ബോച്ച്. ഇങ്ങനെയൊക്കെ എനിക്ക് വ്യക്തികളൊക്കെ അറിയാം, ബന്ധുക്കളൊക്കെ എന്റെ നാട്ടുകാരായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് പ്രശ്നം, ഞാൻ മാസ് ഫിലിം സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു തൃശ്ശൂര്. ഞാൻ കാണുന്നത് വേൾഡ് ക്ലാസിക്ക് മുകളിൽ ഞങ്ങളുടെ അപ്പുറത്തേക്ക് സ്ത്രീകളാണ്. നല്ല ഇന്റർകോഴ്സ് രംഗങ്ങൾ പോലും കാണുമ്പോൾ ഞങ്ങൾക്ക് സഭ്യമായിട്ടിരിക്കും. ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. മനുഷ്യന്റെ കുറസോടെ സിനിമ കണ്ടിട്ടുണ്ട്, ബെർഗ്മാൻ സിനിമ കണ്ടിട്ടുണ്ട്, ബൈസിലെ ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. അത് മനുഷ്യന്മാരുടെ കാഴ്ചപ്പാട് നിൽക്കാണ്. ഞാൻ 25 വയസ്സിലൊക്കെ എത്രയോ പെൺകുട്ടിയായിട്ട് പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവര് നമ്മൾ സംസാരിക്കുന്ന വീട്ടുകാർ പോലും അമ്പലത്തിൽ പോകുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ക്രിസ്ത്യനാണെങ്കിൽ അതായത് നമ്മുടെ സഭ്യതയുടെ ഭാഗമാണ്. പിന്നെ പറയാനുള്ളത്, പിന്നെ അർദ്ധരാത്രിക്ക് സൂര്യനിച്ചാവുന്നൊരു സിനിമയുണ്ട്, ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് നമ്മൾ പകൽ കാണുന്ന മുഖമല്ല ആളുകൾക്ക് രാത്രി. ഇപ്പൊ പകൽ ഒരു മാന്യമായി പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നോക്കുന്ന ആൾക്കാർ രാത്രി കാണുന്ന നോട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളോട് നോക്കുന്ന നോട്ടത്തിന് വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ തീ ഉണ്ടെന്നേ, എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് അടങ്ങി ജീവിക്കുന്ന മനുഷ്യരെ. ശരി, മനുഷ്യരുടെ ഉള്ളിൽ അങ്ങനെ പല താല്പര്യങ്ങളും കാണും. അതൊക്കെ പുറത്തെടുക്കാനുള്ള വേദിയല്ല സമൂഹത്തിൽ സംസ്കാര സമ്പന്നരാണ് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ കൂടി ഓരോ മനുഷ്യരും മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാനും അല്ലെങ്കിൽ അവരുടെ രീതികളെ മാനിക്കാനും ഒക്കെ കൂടി ബാധ്യസ്ഥരാണ് മനുഷ്യർ. അതുകൂടി ചേരുന്നതാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ശ്രീ ഷാജിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ഒരു മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിലായാലും മറ്റ് ഈ അവഹേളിക്കുന്ന സ്ത്രീകളെയൊക്കെ, അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ അങ്ങോട്ട് ആക്ഷേപിക്കുക. എന്നാൽ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയും ചെയ്യുന്ന മലയാളിയുടെ ഒരു മൂല്യച്യുതി എന്ന് വേണം പറയേണ്ട. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലായാലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്നവരെ കർശനമായിട്ട് നടപടിയെടുത്ത് ജയിലിലടയ്ക്കണമെന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. താങ്ക് യു. ശരി, ശ്രീ ജോസുകുട്ടി കൂടി ചേരുന്നുണ്ട്, ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ ജോസുകുട്ടി,
ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആരോപണങ്ങൾ ഉയരുമ്പോഴും ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിൽ പ്രതികരണം. അദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ ഖേദം പറയുന്നുണ്ടെങ്കിലും ഞാൻ കുന്തിദേവി, മഹാഭാരതത്തിലെ കുന്തിദേവിയാണ് ഉദ്ദേശിച്ചത്, ആ മട്ടിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ നിരന്തരം എവിടെ പറഞ്ഞാലും ഏതെല്ലാം തരത്തിൽ, അതിന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ആ പെണ്ണുങ്ങളോട് മാത്രമല്ല ആണുങ്ങളോടും, പ്രായമായ ആണുങ്ങളോട് പോലും അത്തരത്തിലേക്കുള്ള ആഭാസത്തരമൊക്കെ പറയുന്ന ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു. ഇത് മറ്റ് ബോബി ചെമ്മണ്ണൂർമാർക്കും ഒരു പാഠമാണോ? അതെ സാറേ, ഇയാള് പണ്ട് മുതലേ ഇങ്ങനെ തന്നെ. കാരണം വെച്ചാൽ വർഷം ഒരു 10 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഒരു ചാനലിൽ അവതാരിക പുള്ളിയുടെ പുള്ളിയുമായിട്ട് അഭിമുഖം നടത്തിയപ്പോൾ പറഞ്ഞ ഭാഷകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അതേ കൊള്ളിയലത്തൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ കുറെ ഞരമ്പ് രോഗികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞരമ്പ് രോഗികൾ എന്ന് പറഞ്ഞ് വസ്ത്രധാരത്തെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മുടെ വീണ്ടും തൊട്ടതിന്റെ അടുത്ത പെരിയാർ എന്ന് പറഞ്ഞു ഒരു 4 വയസ്സിലുള്ള കുട്ടിയെ ബ്രീയുമായിട്ട് ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി വരുത്താൻ അതിന്റെ വസ്ത്രധാരണം എന്തെങ്കിലും തെറ്റായിട്ടാണോ? ഞരമ്പ് രോഗികളാ സാറേ, കാലന്മാരെ ഇതുപോലുള്ളവന്മാരുണ്ട്. അത് അവന്റെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇതുപോലെ ഇറങ്ങി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവന്റെ സൂര്യപ്രകാശം കാണൂ. അപ്പൊ അവനത് ചിന്തിച്ചാ പോരെ. എന്റെ അമ്മയാണ്, എന്റെ മാതാവാണ്, എന്റെ സഹോദരിയാണ് ഈ ലോകത്തുള്ളതുള്ള ഈ കാണുന്ന, ഞാൻ എന്റെ കണ്ണി കാണുന്നതല്ല. അങ്ങനെ അന്നേരം ധരിച്ചു കഴിഞ്ഞാൽ ഈ കുഴപ്പമില്ല ഉണ്ടാവും. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. ഇവനെന്തിനാ അവരെ വിളിക്കുന്നത്? ഇവനെ വിളിക്കുന്നത് എന്തിനാ? അവരുടെ മോഡൽ കണ്ടിട്ടില്ല അവനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്, നല്ല പ്രതിഫലം കൊടുത്ത് വിളിക്കുന്നത്. അപ്പം പിന്നെ അവരെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ ചെപ്പടിക്ക് നിൽക്കുന്ന സിനിമാ ലോകത്തുള്ള ഒരുപാട് ആണെന്ന് കാണും. ആ ഒരു കൂട്ടത്തിൽ കൂട്ടരുത്. ഇത് അങ്ങനെയാണ് നിൽക്കണം. അവരുടെ ചെപ്പടിക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാവരും ഞാൻ എൻ്റെ ചെപ്പടിക്ക് നിന്നോണം എന്നൊക്കെ ചില സമ്പന്നന്മാർക്ക് ചില തോന്നലുകൾ ഉണ്ടാവും. അത്തരമൊരു തോന്നലിന്റെ അടിമയാണെന്ന് തോന്നുന്നു ഇയാളും. അങ്ങനെ എല്ലാവരും നമ്മൾ കൂട്ടാൻ നോക്കില്ല സാറേ. ഇത് നമ്മള് കേരളത്തിന്റെ അഭിമാനമായ ഒരു പെൺകുട്ടിയായത്. ഇനി നമുക്ക് അങ്ങനെയൊന്നും കൂട്ടാൻ നോക്കില്ല. കാരണം എന്താ വെച്ചാൽ ധൈര്യമായിട്ട് എന്റെ പേര് പറഞ്ഞോ എന്ന്. അതെ, അവർ ധൈര്യപൂർവ്വം ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും അവരുടെ വാക്കുകൾ തന്നെ അവരുടെ ഒരു ധൈര്യം വ്യക്തമാണ്, അവരുടെ ഒരു അഭിമാനബോധം കൂടി. അവർ തന്നെ ഈ ആദ്യം അവരുടെ മാനേജർക്ക് വാണിംഗ് നൽകുന്നു, അതിനുശേഷം പരസ്യമായി സമൂഹ മാധ്യമങ്ങൾ വഴി വാണിംഗ് നൽകുന്നു, അപ്പോഴും പേരെഴുതുന്നില്ല. അതിനുശേഷമാണ് അവർ പരാതി നൽകിയെന്ന് കൂടി ആലോചിക്കണം. അവർ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ ഒരാൾ ക്ഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ഷമിച്ചിട്ടാണ് അവർ കൃത്യമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചത്. ആദ്യം തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അതുപോലെ തന്നെ സാറേ 4 കൊല്ലമായിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ അവർ രംഗത്ത് നിങ്ങൾ ഉൾപ്പെടെ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഷാജി കൂടി ചേർന്നുണ്ട് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കളുടെ അഭിപ്രായം പറയാം. അല്ല, എനിക്ക് തോന്നുന്നതേ ഇദ്ദേഹം ഒരു കുപ്രസിദ്ധിയിൽ പിന്നെ അഭിരമിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയായാലും പുള്ളിയുടെ പേരും രൂപവും ഒക്കെ മീഡിയയിലും കാര്യങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കണം. അതാണ് പുള്ളിയുടെ ഓരോ ചേഷ്ടകളിലും നമുക്ക് മനസ്സിലാവുന്നത്. കേട്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, ഇതല്ലല്ലോ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ കൊല്ലത്ത് നിന്ന് ഒരു സുഹൃത്ത് വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറയാനുള്ള ഈ നമ്മുടെ ഈ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ ഒരു വാക്യം കൂടെ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുന്നത്. ശ്രീ ഷാജി, നമ്മൾ അതെന്തായാലും അക്കാര്യത്തിൽ ഒന്ന് കിടക്കണം. നമുക്ക് തൽക്കാലം ഇതിൽ നിൽക്കാം. അത്രേ ഉള്ളതിന് മറുപടി. പിന്നെ മറ്റൊന്നുകൂടി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്. പിന്നെ ഈ ഇത്തരത്തിലുള്ള ഈ ചർച്ചകള് ഈ പിന്നെ ന്യൂസ് 8 അല്ല ഈ പൊതുവേദി പോലുള്ള പരിപാടികളിൽ സഭ്യമായി പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കാനും പ്രയോജനമാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ. ശരി, ഓക്കെ. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ആർക്കും വിമർശനങ്ങൾ ഉന്നയിക്കാം, എത്ര രൂക്ഷമായ വിമർശനം വേണമെങ്കിലും ഉന്നയിക്കാം, ആരോടും കടുത്ത രീതിയിൽ തന്നെ വിയോജിക്കാം. പക്ഷേ ആ വിയോജിക്കുമ്പോഴും നിങ്ങൾ ജനാധിപത്യ മര്യാദയോടുകൂടി ആ മാന്യമായ ഭാഷയിൽ വിയോജിക്കാൻ എന്നുള്ള ഒരു സാമാന്യ മര്യാദ കൂടി നമ്മൾ എല്ലാ കാലത്തും എല്ലായിടത്തും പാലിക്കേണ്ടത് തന്നെയാണ്. പൊതുവേദിയിലും അത് വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. പലപ്പോഴും അത് വെക്കേണ്ടി വരുന്നത് കൂടിയാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് കായംകുളത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, കായംകുളത്ത് എവിടെയാണ്? ക്ഷമിക്കണം, കോട്ടയത്താണ്. ഞാൻ പെട്ടെന്ന് കായംകുളം എന്നാണ് കേട്ടത്, അതുകൊണ്ടാണ് കോട്ടയത്ത് മണിമല. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. ഈ വിഷയത്തില് നമ്മള് ഈ ഹണി റോസിനെ വളരെ ഒന്ന് അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. എന്തെന്ന് വെച്ചാല് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അതിനു വേണ്ടി കാത്തിരിക്കാതെ ഓൺ ദ സ്പോട്ടിൽ പരാതി കൊടുത്ത് പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി നിന്നതിന് ഹണി റോസിനെ അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. ശരി, ശ്രീ മധു ആണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ വേഗത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു ഇക്കാര്യത്തിൽ. പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ഉണർന്നു തന്നെ പ്രവർത്തിച്ച് വിദേശത്ത് കടക്കാനിരുന്ന ആളിനെ അവിടെ വെച്ച് തന്നെ അതിനു മുമ്പ് തന്നെ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ സമാനമായ രീതിയിലേക്ക് പല ബോബി ചെമ്മണ്ണൂരുമാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഇതൊരു പാഠമാണോ? അതെ സാറേ, അതെ സാറേ,
പറഞ്ഞോളൂ. ഇപ്പോൾ കാണിച്ച ഇതേ ആവേശം ഇതുപോലുള്ള ഒരുപാട് ബോബിമാർക്കും എതിരെയും കാണിക്കണം. ഈ ആവേശം തുടർന്ന് തന്നെ പോകണം. ഈ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സാറേ. പുള്ളി കോടതിയിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങി നടക്കും, കേസും കൂട്ടമൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ ഇതിന് നേരത്തെയും പറഞ്ഞതാണ്. ഐസ്ക്രീം കേസ്, സൂര്യനെല്ലി കേസ്, വിദുര കേസ്, ഇതുപോലെ ഒരുപാട് കേസുകൾ, ഇതിനെക്കാട്ടിലും വലിയ വലിയ കേസുകൾ ഉണ്ടായി. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ കാണിച്ച ഈ ആവേശം തുടർന്നും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, ഓക്കെ. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാ വിഷയത്തിലും ഇതേ ജാഗ്രത ഉണ്ടായാൽ കൂടുതൽ നന്നാവും. ശ്രീ മുനീറാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ മുനീർ, താങ്കൾക്ക് പറയാം. പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്. ഇതില് സാർ എന്താ പറയാനുള്ളത്, ഈ പരാമർശമൊക്കെ ബോബി സാർ നടത്തിയപ്പോൾ പിന്നെ അതിനെ അവിടെ നിന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കുറെ ആളുകളും പിന്നെ അതുകൂടാതെ അവരവിടെ ഒന്ന് ചിരിക്കുക. അതിന്റെ ശേഷം ഈ പ്രയോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് ബോബിയെ എന്താ പറയാ അതിൽ ഇത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു ഇതുണ്ടാക്കുക എന്ന് മാത്രം ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നുള്ളൂ. അതിനകത്ത് കാര്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ഇവിടെ എന്തെല്ലാം ജസ്റ്റിസ് ശർമ്മ കമ്മീഷൻ 4 വർഷം പൂത്തിവെച്ച ഈ സർക്കാർ ഇതൊക്കെ എന്താ പറയുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം മാത്രം, അത്ര ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ബാലേന്ദ്രനാണ്, അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾ ഉത്തർപ്രദേശിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന്. ഓക്കെ, ശരി. അപ്പോൾ വിളിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട് ബറേലിൽ നിന്ന്. എനിക്ക് ഓർമ്മയുണ്ട് താങ്കൾ ബറേലിയിൽ നിന്ന് നേരത്തെ വിളിച്ച ബറേലിയിലെ കഥയൊക്കെ പറഞ്ഞത്. എന്തായാലും നമസ്കാരമുണ്ട്. താങ്കൾക്ക് പറയാം ഈ വിഷയത്തിലെ അഭിപ്രായം. ഇതിപ്പോ ഇങ്ങനെ സംഭവിച്ചത് സന്തോഷമുണ്ട്. പക്ഷെ ഇത് മുമ്പേ നടക്കേണ്ട കേസുകളാണ്. ഒരുപാട് പഴകിയിട്ട് ഇപ്പോഴെങ്കിലും ഒരു പിടുത്തം കിട്ടിയില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതെ, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നേരത്തെ തന്നെ പൂട്ടേണ്ടതായിരുന്നു ഇയാളെ. അല്ല, ഇങ്ങോരെ മാത്രല്ല, ഇങ്ങോര് ചെയ്തതിനേക്കാളും കൂടുതൽ വർഗീയത പറയുന്ന ആളുകളും ഭയങ്കര മോശം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് വഴിക്ക് പോയിട്ട് ലാസ്റ്റ് ഇതുമ്മ പിടി കിട്ടിയതിന്റെ മുകളില് ഇനി ഇവിടെയുള്ള ആൾക്കാർ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർക്ക് ചെറിയൊരു പേടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇത്തരം ആളുകൾക്ക് ഒരു ചെറിയ പേടിയെങ്കിലും ഉണ്ടാവണം. ഒരു അനാഥ മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ. ഒരു രക്ഷിതാവില്ലേ? അതാ, സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന, അവരുടെ മനസ്സിലൊക്കെ തോന്നുന്ന എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ പേരില്ലാതെ നാളില്ലാതെ ചെന്ന് ആളുകൾ ഊരും പേരും ഒന്നും ഇല്ലാത്ത, അഡ്രസ്സ് ഒന്നും ഇല്ലാത്ത ചില ആളുകൾ ചില പേരുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് വന്ന് ആരുടെ പോസ്റ്റിനടിയിലും വന്ന് എന്ത് തെറിയും വിളിച്ചു പറയുക. അത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും എല്ലാവരുടെ വീട്ടിലുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരാൾ എന്തെങ്കിലും ചെയ്തതിന്, ഒരാൾ തെറ്റുകാരനായ പോലും അയാളുടെ അമ്മയോ പെങ്ങളോ അച്ഛനോ ഒക്കെ എന്ത് പിഴച്ചു, അവരെ അല്ലല്ലോ പറയേണ്ടത്. ഒരാൾക്ക് തെറ്റ് ചെയ്താൽ പോലും അതൊരു ഒരു മോശപ്പെട്ട രീതി കൂടിയാണ്. ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരാളുടെ ദേഷ്യത്തിന്റെ പേരിലോ അവരുടെ അമ്മയോ ഭാര്യയോ ഒക്കെ പറയുന്നത്. വേറൊരു വശം കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലത്തെ മറ്റേ പുണ്യാളന്മാര് ഈ ബോച്ചയുടെ വീട്ടിലെ ഭാര്യയും മക്കളെയും സകല ആൾക്കാരെ അവര് വീട്ടിലിരിക്കുന്ന ആൾക്കാര്. അതും ശരിയല്ല. അതിനി ബോബി ചെമ്മണ്ണന്റെ വീട്ടിലായാലും വീട്ടിലിരിക്കുന്ന അമ്മയോ ഭാര്യയോ ഒന്നും തെറി പറയേണ്ട കാര്യം അതിനില്ല. ഒക്കെ മാന്യന്മാരാണ് എല്ലാവരും, ഞങ്ങളും പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ കയ്യിലിരിപ്പ് കംപ്ലീറ്റ് മോശം. അതെ, ശരി. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്രീ ഇടയം മുരളി കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, വളരെ ഗൗരവമായ ഒരു വിഷയമാണല്ലോ ഇത്. അതെ, നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തില് ഒരു സ്ത്രീ എങ്ങനെയൊക്കെ വേഷം ധരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് സാറിന് അറിയാമോ? എങ്ങനെയാണ്? കേട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ വേഷം ധരിക്കാമെന്ന് സാറിന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ആദ്യം. എനിക്കറിയില്ല. അപ്പോഴേ എന്റെ അഭിപ്രായത്തില് ഒരു സ്ത്രീ വേഷം ധരിക്കുമ്പോ അത് മറ്റുള്ളവർക്ക് അസൗകര്യമാകുന്നൊക്കെ തരത്തിൽ വേഷം ധരിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈ മറ്റുള്ളവരുടെ അസൗകര്യമായാണ്. എനിക്കിപ്പോൾ ഏത് വേഷം കണ്ടാലും അസൗകര്യം തോന്നിക്കൂടെ? അതിപ്പോ എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരേ കാറ്റഗറി അങ്ങനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവർക്ക് അസൗകര്യമായ വേഷം ധരിക്കരുത്? അങ്ങനെ സാറ് പറയുന്ന തരത്തിൽ ആയിരുന്നുവെങ്കിൽ ഈ രാജ്യം വളരെയേറെ നന്നായിരുന്നു. പിന്നെ ബോബി ചെമ്മണ്ണൂർ അത് പറഞ്ഞപ്പോ എനിക്ക് സാറിനടുത്ത് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് കാണുന്ന ഒരു കാര്യം, അതായത് സാറിന്റെ ദൃഷ്ടിയിലോ അല്ലെ എന്റെ ദൃഷ്ടിയിലോ എന്തെങ്കിലും ഈ ഭൂമുഖത്ത് കാണുന്ന ഒരു സംഗതി മറ്റുള്ളവരോട് പറയുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തെറ്റല്ല. അത് ഈ സാറല്ല
ഇനി ഏത് വ്യക്തി ഇന്ത്യൻ സുപ്രീം കോടതി വരെ പോയാലും അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കത്തില്ല. അപ്പൊ താങ്കൾ പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളാണ്, തെറ്റല്ല എന്നാണോ? ഒരിക്കലും അല്ല. പറഞ്ഞ ലാംഗ്വേജ് നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പൊതുവായ ഒരു അഭിപ്രായമാണ്. സാർ ശ്രദ്ധിച്ചു കേൾക്കൂ. പൊതുവായ ഒരു അഭിപ്രായമാണ്. നമ്മൾ ഈ ഭൂമുഖത്ത് കാണുന്ന ഒരു വസ്തുത മറ്റുള്ളവരോട് പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഒരു കോടതിക്കും കഴിയത്തില്ല എന്നുള്ള കാര്യം കൂടി ഒരേ കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് അവതരിപ്പിക്കാം, ഒരേ വാചകം തന്നെ അവതരിപ്പിക്കാം. അങ്ങനെ എത്രയെങ്കിലും ഉദാഹരണങ്ങളുണ്ട്. ആ വാചകങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലും അത് ഏത് തരത്തിലാണ് അവതരിപ്പിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ, കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നവരാണ് സാധാരണ മനുഷ്യർ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ സാറിനെ ഇപ്പൊ ഞാൻ ഈ ടി വിയിൽ കാണുന്നു. ചേരുന്നുണ്ട് ശ്രീ ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീമതി ലിസി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ബോബി ചെമ്മണ്ണൂരൊക്കെ വിചാരിക്കുന്നത് തനിക്ക് നേരെ ഒരു നടപടിയും ഉണ്ടാവില്ല, തന്റെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് താൻ എത്രയോ കാലമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു, അത് ഇനിയും അങ്ങനെ പറഞ്ഞു പോകുമെന്നൊക്കെ കരുതി പോയ ആളാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, ഇതുപോലുള്ള ബോച്ചമാര് ഒരുപാട് പേരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ ടി വിയിൽ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ നൽകിയത്, നമ്മുടെ ഒരു വൈപ്പ് നൽകിയത് ബോച്ചേ എന്നല്ല, ബോച്ചേ എന്നാണ് നൽകിയത്. നാണക്കേട് എന്നുള്ള രീതിയിലാണ് നൽകിയത്. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. സാർ, ഈ റൗക്കയും മല്ലുമുണ്ടും ഇട്ടുകൊണ്ട് നടക്കണ ഇയാൾക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ എന്താ സാർ അവകാശം? ഞാൻ അയാളൊന്ന് കളിയാക്കുകയാണ്. റൗക്കയും മല്ലുമുണ്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കളിയാക്കേണ്ട ഏതൊരു തരത്തിലുള്ള ആവശ്യമല്ല. അത് ഓരോരുത്തരുടെ മൗലിക അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. ശരി, ശ്രീ ബാബു ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചിരുന്നു സാറേ. ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത് നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെയും മറ്റു ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക, അവരുടെ മനോനില തെറ്റിക്കുന്ന രീതിയിൽ കുറെ റിയാലിറ്റി ഷോയിൽ നിന്ന് ഒരു സിനിമയിൽ നിന്ന് വന്നിരുന്ന ചില സ്ത്രീകൾ സമൂഹത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കാര്യം അവരെ ആകർഷിക്കാൻ വേണ്ടി, അവരുടെ പണസമ്പാദനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവരെ ഒന്നും നിയന്ത്രിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. ഒരാൾ നേരിട്ടോ അല്ലാതെ ഒരാൾ വിമർശിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ എടുത്ത് ജയിലിലിടുക, അയാളെ തെറി വിളിക്കുക, അയാൾ ചെയ്ത പുണ്യപ്രവർത്തികളോ അയാൾക്ക് സമൂഹത്തിന് ചെയ്യുന്ന നന്മകളോ ആരും കാണുന്നില്ല. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഏത് രീതിയിലാണെന്നോട് നമ്മൾ സമൂഹം മനസ്സിലാക്കണം. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ഉദ്ദേശിച്ച ശരി, ഓക്കെ. എന്തായാലും തൽക്കാലം സമയം പൂർത്തിയാകുന്നതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പൂർണ്ണമായും ന്യായീകരിക്കാൻ ഒരാൾ പോലും തയ്യാറായില്ല എന്നതും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതിലും വളരെ ആശ്വാസപ്രദം ആണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. എന്നാൽ ചിലരെങ്കിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനുള്ള ശ്രമമുണ്ടായി. അതും കൂടി ഈ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയായി ഞങ്ങൾ കരുതുന്നു. എന്തായാലും നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.